അജിമലങ്ക് ബാബാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ആ ഒരു മലയുടെ മീതെയാണ് ആ മക്ബറുള്ളത്. അങ്ങോട്ടുള്ള യാത്രയാണ്. യാത്രയിൽ കുറേ ദുരിതങ്ങളുണ്ടെന്ന് താഴെ നിന്ന് തന്നെ പറയുന്നുണ്ട്. പടിയൊക്കെ എടുത്തിട്ട് പോയിക്കോളി. 5.5 കിലോമീറ്റർ യാത്രയാണ്. 5.5 കിലോമീറ്റർ എന്ന കഷ്ടി 3 മണിക്കൂർ കയറാനുണ്ട്. സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോയിട്ട് എവിടെ ചെന്ന് ചോദിച്ചാലും പകുതി ആയിട്ടുള്ളൂ എന്ന് പറയും. അതായത് ഈ ഇടയിലുള്ള ഓരോ ഭാഗത്തും കയറുന്ന ഭാഗത്ത് ചായ, വെള്ളം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് കേബിൾ ട്രെയിനിൻ്റെ വർക്കാണ്. കേബിൾ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുകൂറ്റൻ തൂണിൽ ഒരു റെയിലും സ്റ്റെപ്പും കൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. 10,000-ലധികം വരുന്ന സ്റ്റെപ്പുകൾ, അതായത് 3 മണിക്കൂറിലധികം വേണം കയറാൻ. അതിൻ്റെ ദുരിതം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കേബിൾ ട്രെയിൻ വർക്ക് നടക്കുന്നത്. എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമാവും. അവിടെ 450 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. 450 കുടുംബങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അവിടേക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് താഴെ നിന്ന് കയറിപ്പോയിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനാണ് വരുന്നത്. അങ്ങനെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞാൽ 1/4 മണിക്കൂർ കൊണ്ട് കയറാൻ പറ്റും എന്നാണ് പറയുന്നത്. 3 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ മീതൊക്കെ എത്താൻ കഴിഞ്ഞത് നടന്നിട്ട്. ഇപ്പോൾ ഏകദേശം മീതെ എത്തിയിട്ടുണ്ട്. മീതെ എത്തിയപ്പോൾ ഇങ്ങനെ കാഴ്ചയാണ് അവിടെ കാണാൻ പറ്റുന്നത്. കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗം ശരിക്കും ചെറിയൊരു ടൗൺ പോലെ ആണ് തോന്നിപ്പോവുക. കാരണം നിറയെ കടകളും ഹോട്ടലുകളും ഭക്ഷണശാലകളും അതുപോലെ റൂമുകളും റെൻ്റ് റൂം, അങ്ങനെ ഒത്തിരി സൗകര്യങ്ങൾ. അവിടേക്ക് സാധനങ്ങളെല്ലാം വരുന്നത് തലച്ചുമടായിട്ടാണ്. ഇത്രയും ദൂരം 3.5 മണിക്കൂർ തലച്ചുമടായിട്ടാണ് ഇവിടേക്കുള്ള കടകൾക്കുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഓരോ കച്ചവടവും നടക്കുന്നത്. ഇവിടേക്ക് തലച്ചുമടായിട്ടാണ് വരുന്നത് സാധനങ്ങൾ അങ്ങനെ വരുന്ന സാധനങ്ങളാണെങ്കിലും റേറ്റിലൊന്നും അധികം വ്യത്യാസമില്ല. തലച്ചുമടായി കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3.5 കിലോമീറ്റർ തലച്ചുമട് വന്നിട്ട് വിൽക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം വരും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ യാതൊരു വ്യത്യാസമില്ല. ചായക്ക് 10 രൂപ, അതുപോലെ ചെറിയ വ്യത്യാസങ്ങൾ, 5-10 രൂപയുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കാണാൻ കഴിഞ്ഞത്. ശരിക്കും ഇങ്ങനത്തെ ഭാഗങ്ങളിൽ പോകുമ്പോൾ ശരിക്കും പിടിച്ചുപറി നടക്കുന്നൊരു അവസ്ഥയാണ് നമുക്കൊക്കെ അനുഭവപ്പെടാറ്. ഇവിടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. സുഖമായിട്ട് പോയി കണ്ടുപോരാൻ പറ്റുന്നൊരവസ്ഥ. താഴ്ന്നൊരു വടി തന്നിരുന്നു. കുരങ്ങൻ്റെ ശല്യം ഉണ്ടാവും, കൈ പിടിച്ചിടുന്നുണ്ട്. പക്ഷേ താങ്ങുവടി ആയിട്ടാണ് അത് എല്ലാവരും ഉപയോഗിക്കുന്നത്. നടന്ന് കയറുമ്പോൾ അത്രയും ക്ഷീണം വരും. 10,000 സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ക്ഷീണം വരുമ്പോൾ അവിടെ എനർജി ഡ്രിങ്ക് പോലെയൊക്കെയുള്ള വസ്തുക്കളുണ്ട്. ഞങ്ങൾ ഓരോ റെഡ് ബുൾ മേടിച്ച് കുടിച്ചു. റെഡ് ബുൾ കുടിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആരോഗ്യം, അതായത് റെഡ് ബുൾ എനർജി ഡ്രിങ്ക് ആണെന്നുള്ള കാര്യം വ്യക്തമായി. കാരണം നല്ലൊരു എനർജി കിട്ടിയിരുന്നു. അതുപോലെ അവിടുന്ന് മീട്ട അലുവ പൊറോട്ട അത് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് അലുവ പൊറോട്ട 1/4 കിലോ 40 രൂപ. അപ്പോൾ അത് അവിടുന്ന് കളക്ട് ചെയ്തു. മക്ബറയിലേക്ക് കയറുന്ന സമയത്ത് സൈഡിൽ കുറേ ആളുകളുണ്ടായിരുന്നു. കാല് വൃത്തിയാക്കി പോവുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല ചളിയുണ്ട്, എന്നാലും കാല് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് കയറിയപ്പോൾ കുറേ ആളുകൾ ചെരുപ്പിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ അവിടെയുണ്ട്. അതുപോലെ ചെരുപ്പിട്ടിട്ടും ചെരുപ്പിടാതെയൊക്കെ ആളുകളുണ്ട്. അങ്ങനെ മക്ബറുടെ ഉള്ളിലെത്തി. കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി നിന്നു. ഉള്ളിലേക്ക് പ്രവേശിച്ചു. പല ആചാരങ്ങൾ കണ്ടു. വലം വെക്കുന്നു, ചിലർ ബാക്ക് തിരിഞ്ഞ് ഇറങ്ങുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതും കഴിഞ്ഞ് പിന്നെ വീണ്ടും റിട്ടേൺ ഇറങ്ങാനുള്ള ഒരുക്കത്തിൽ റിട്ടേൺ ഇറങ്ങിപ്പോന്നു. പോരുന്ന വഴികളിലെല്ലാം ഇതുപോലെ ആളുകൾ ഇരിക്കുന്നുണ്ട്. പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. വയസ്സായ ആളുകളും വയസ്സ് കുറഞ്ഞ ആളുകളും രോഗികളും ഒക്കെ ഉണ്ട്. എന്നാലും പഴയ രീതിയിൽ മക്ബറയിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര പിടിച്ചുപറി പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനൊരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല. പിടിച്ചുപറി പോലൊരവസ്ഥ അവിടെ ഇല്ല. കുഞ്ഞുമണി ആ വടിയും കുത്തിയിട്ട് ഏറ്റവും മീതൊക്കെ എത്തി. ഞങ്ങൾ 8 ആൾ പോകുന്നതിൽ 2 ആൾ അവിടെ ഇരുന്നു. ബാക്കി 6 ആളാണ് മീതൊക്കെ എത്തിയത്. ബാക്കിയുള്ളൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. 3.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3.5 കിലോമീറ്റർ അല്ല, 5.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5.5 കിലോമീറ്ററും ഈ 3 മണിക്കൂറും നടത്തും എന്ന് മാത്രമല്ല, സ്റ്റെപ്പ് കയറൽ തന്നെയാണ് പണി. കയറിയ സ്റ്റെപ്പുകളൊക്കെ തിരിച്ചിറങ്ങി അതായത് ആ കാണുന്ന മലയുടെ മീതെ നിന്നാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അവിടുന്ന് വീണ്ടും തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഇത്രയും പ്രയാസത്തിലാണ് നമ്മൾ ഇവിടെ വരാൻ പോകുന്ന ഹിൽ സ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചത്. മീദത്തെ ഹിൽ സ്റ്റേഷൻ
ഹിൽ സ്റ്റേഷൻ എവിടെയാണ് വരുന്നത്. ആ ട്രെയിൻ വന്ന് ഇത് ലാൻഡ് ചെയ്യുന്ന തൂണിൻ്റെ ഇടയിൽ ഒരു തൂണിൻ്റെ ഇടയിലും 50 മീറ്ററിലധികം വീതി ഉണ്ടാവും. അങ്ങനത്തെ തൂണുകൾ പടുവണ്ടി തൂണുകളാണ് ആ ഹിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇല്ല മെട്രോ വണ്ടി എന്നല്ലത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു അത് തന്നെടാ 3 മണിക്കൂർ എന്നുള്ളത് 35 മിനിറ്റ് 40 മിനിറ്റ് സമയം വരാം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയുള്ള 450 കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം വന്നു കഴിഞ്ഞാൽ അതുവഴിയുള്ള യാത്ര വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ 10 വരെ പഠിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്. അവിടെയുള്ള ജനങ്ങളോടൊന്ന് ചോദിച്ചപ്പോൾ 10 വരെ പഠിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ മാത്രമേ പിന്നെ പഠിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി വരുന്ന ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ 100-ലധികം ഇങ്ങനത്തെ ഷോപ്പുകളുണ്ട്. ഓരോ പോയിന്റിലും ഓരോ ഭാഗത്ത് ഷോപ്പുകളുണ്ട്. ചായ കുടിക്കാം, ഇളനീര് കുടിക്കാം, കരിമ്പ് ജ്യൂസ് കുടിക്കാം, അങ്ങനെ ഇടയിലിടയിൽ ഷോപ്പുകളുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ചായയും കുടിച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള ശ്രമത്തിലായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല മഴക്കാറ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് കുടയുണ്ട്, ബാക്കിയുടെ അടുത്ത് കോട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മഴക്കാർ ഇങ്ങനെ കൂടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരം നടക്കേണ്ടേ വന്നുള്ളൂ. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. നല്ല മഴ. അങ്ങനെ ആ മഴയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പ്രയാസം ഉണ്ടായിരുന്നു. മഴയല്ലേ, വഴിക്ക് വീഴോ എന്നുള്ളൊരു പ്രയാസത്തിൽ കൂടിയിട്ടാണ് നടന്നു പോയത്. താഴേക്ക് വഴിയൊക്കെ ശരിക്കും കോൺക്രീറ്റ് ചെയ്തിട്ടും കല്ല് പതിച്ചിട്ടൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. ചെറിയൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വഴിക്ക് വീഴോ എന്നുള്ളൊരു പേടി. മഴയാകുമ്പോൾ പ്രത്യേകിച്ച്. എന്തായാലും അങ്ങനെയൊന്നും എവിടെയും സംഭവിച്ചില്ല. ഏകദേശം താഴേക്ക് എത്താറായപ്പോൾ ദൂരെ നിന്നിങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ താഴത്തെ സ്റ്റേഷൻ. റോപ്പല്ല, ശരിക്കും റെയിൽ തന്നെയാണ്. അതിൻ്റെ സ്റ്റേഷൻ കാണാൻ തുടങ്ങി. പിന്നെ അധികം ദൂരം നടക്കാനില്ല എന്നുള്ളൊരു ആശ്വാസം വന്നു തുടങ്ങി. ആ കാണുന്നതാണ് ആ സ്റ്റേഷൻ. മഴ തകർത്ത് പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. മഴ അരമണിക്കൂർ നേരം നല്ല തകർത്ത് പെയ്തു. കോട്ടും കൊടയും ഉണ്ടാവുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ മഴ തോർന്നു. വീണ്ടും താഴേക്കുള്ള യാത്രയിൽ കുറേ കല്ല് പതിച്ച സ്റ്റെപ്പുകൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം താഴേക്ക് എത്താറാവുമ്പോഴാണ് കട്ട വിരിച്ച, അതായത് ടൈല് വിരിച്ച സ്റ്റെപ്പുകൾ കാണാൻ തുടങ്ങും. എന്തായാലും വലിയൊരു യാത്ര, നല്ലൊരു സാഹസിക യാത്ര എന്നൊക്കെ പറയാം. യാത്രയുടെ ഹൈലൈറ്റ് തന്നെ ഇതുപോലുള്ള ചെറിയ കച്ചവടക്കാരും അതുപോലെ സ്റ്റേ ചെയ്യാനുള്ള റൂമും, ആ മേൽഭാഗത്ത് കാണുന്നത് സ്റ്റെപ്പിൻ്റെ മീതെ കെട്ടിണ്ടാക്കിയ സ്റ്റേ ചെയ്യാനുള്ള റൂമും, അതുപോലെ താഴെ കാണുന്നത് ഇതുപോലെ റൂമുകൾ തന്നെയാണ്. കച്ചവടക്കാരാണ് 100-ലധികം കച്ചവടക്കാർ, 100-ലധികം ഉണ്ടാവും കച്ചവടക്കാർ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ആ റെയിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഈ കച്ചവടക്കാരുടെ കാര്യം അതുപോലെ അവരുടെ ജീവിതം അതൊക്കെ കഷ്ടപ്പാടിലാവും. ഇതൊക്കെയാണ് ഇപ്പോൾ അതിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഏകദേശം അടിയിലെത്തിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഓടി ഇറങ്ങാനുള്ളൊരു ത്രില്ലാണ് വന്നത്. അങ്ങനെ ഞാൻ ഒരു 10-30 സ്റ്റെപ്പ് ചാടി ഇറങ്ങി, ഓടി ഇറങ്ങി. അതുപോലെ ആ എത്തിപ്പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഒരു കോണിൽ നിന്ന് ഒരു കോണിലേക്കാണ് ചവിട്ടുന്നത്. അതായത് ഒരു കോണ് പോയിട്ട് പിന്നെ മറ്റേ കോണിലേക്ക് ചവിട്ടി കയറി പിന്നെ വീണ്ടും മറ്റേ കോണിലേക്ക് ചവിട്ടിയിട്ടാണ് അവർ കയറിപ്പോരുന്നത്. അപ്പോൾ അത്രയും ദൂരം 2.5 കിലോമീറ്റർ നടക്കുമ്പോൾ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക് ചവിട്ടുമ്പോൾ അതിലൊരു ആശ്വാസം ഉണ്ടാവും, അതിലൊരു ശാസ്ത്രം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. എന്തായാലും യാത്ര ചെയ്യുന്നവർ ഈ ഒരു ഭാഗം, ബോംബെയിൽ പോകുന്ന ആളുകൾ ഈ ഒരു ഭാഗം തീർച്ചയായിട്ടും കാണണം. അത്രയും മനോഹരമായ ഒരു ഭാഗമാണ്. ഏറ്റവും ടോപ്പ് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ബോംബെ മൊത്തത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. താഴെ എത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റൂം എടുത്തിരുന്നു. റൂമിൽ പോയി ഡ്രസ്സ് മാറി അവിടുന്ന് കുളിച്ചതിന് ശേഷം വീണ്ടും യാത്രയായി. അതാണ് നടന്നത്. അതിൻ്റെ ഇടയിലുള്ള കച്ചവടങ്ങളാണ് ഇതൊക്കെ. എന്താ രസം? കുഴപ്പമില്ല. എന്താണ് സാധനം? മുള്ളുമ്പഴ, കറവന്ത ഒക്കെ 10 റുപ്യ കേട്ടോ. ഒരു 10 നോട്ടുണ്ടോ? ഒരു 10 നോട്ടുണ്ടോ? കടല 80 रुपये 70 अല്ലേ? हम एक निकालेगा इसमें से जो ले रहे ना ऐसा पता ഇതെന്താ സാധനം? കാരക്ക? കാരക്കല്ല, ഒരു ടേസ്റ്റും ഇല്ല. ബോംബെ യാത്രയിൽ അബ്ദുറഹ്മാൻ മലങ്ക ബാബാര എന്നിവയുടെ മക്ബറയിലും നമ്മൾക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ യാത്ര ഇവിടെ പൂർണ്ണമായി.